നമുക്ക് റൂട്ടറിൻ്റെ ഔട്ട് എടുത്തിട്ട് ലാൻ കേബിൾ വഴി സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ വഴിയും യൂസ് ചെയ്യാം, അതുപോലെ ഈ കേബിൾ വഴിയും യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് വേണ്ടത് 2 ലാൻ കേബിൾ വേണം. ഒന്ന് മിക്സറിൽ നിന്ന് റൂട്ടറിലേക്ക് കൊടുക്കണം, അതുപോലെ ഒന്ന് റൂട്ടറിൻ്റെ ഔട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്കും കൊടുക്കണം. അത് ഞാൻ 2 കേബിൾ എടുത്തിട്ടുണ്ട്. എതർനെറ്റ് ഔട്ടിൽ നിന്ന് നേരെ റൂട്ടറിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്. റൂട്ടറിൻ്റെ ഔട്ടിൽ നിന്ന് ഒരു കണക്ഷൻ ഞാനിവിടെ കാണിക്കുന്നത് മാക്കിലാണ്. അപ്പോൾ എൻ്റെ മാക്കിലേക്ക് ഒരു ഔട്ട് കൊടുക്കുന്നുണ്ട്. അത് സി പോർട്ട് ആയതിനാൽ ഞാനൊരു കൺവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്കിലേക്ക് ആ കൺവേർട്ടർ കൊടുത്തിട്ട് ഞാൻ ലാന് അതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ ഇവിടെ നെറ്റ്വർക്ക് സെറ്റിങ്സ് കാണാം. നെറ്റ്വർക്ക് സെറ്റിങ്സിൽ കോൺഫിഗറേഷൻ ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഇവിടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അഡ്മിൻ, അതുപോലെ തന്നെ പാസ്വേഡും അഡ്മിൻ കൊടുക്കുക. ഞാൻ 2 അഡ്മിൻ എടുത്ത് സൈൻ ഇൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റിങ്സ് വരും. ഇതിൽ ലാൻ കോൺഫിഗറേഷൻ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത അഡ്രസ്സാണ് നോക്കേണ്ടത്. നിങ്ങളെ മിക്സറിൽ ഏതാണുള്ളത് അതാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തത് 192.168.0.60 എന്നുള്ള IP അഡ്രസ്സാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇത് നോട്ട് ചെയ്തിട്ട് സെറ്റിങ്സിൽ ഇവിടെ കാണാം, പിന്നെ നെറ്റ്വർക്ക് സെറ്റിങ്സ് എടുത്താൽ കാണാം USB 10/100 ലാൻ കാണാം. അതായത് ഇവിടെ ഡീറ്റെയിൽസ് കാണാം. ഡീറ്റെയിൽസ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിങ്ങനെ വരും. ഇതിൽ TCP/IP ചെയ്തിട്ട് ഇവിടെ മാനുവലി കൊടുക്കുക. മാനുവലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ അഡ്രസ്സും ചേഞ്ച് ചെയ്യണം. നമ്മൾ അവിടെ ലാസ്റ്റ് നോക്കിയ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. 192.168.0. ഈ ലാസ്റ്റത്തെ അത് നമ്മുടെ അവിടെ 60 ആണ് കൊടുത്തത്, 60 ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ 60 എന്നുള്ളത് 4 എപ്പോഴും ഇതിനോട് അപ്പ് ചെയ്ത് കൊടുക്കണം. ഏത് അഡ്രസ്സാണ് നിങ്ങളത് അതിനോടൊരു 4 അപ്പ് ചെയ്താൽ അങ്ങനെയാണ് അഡ്രസ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 60 ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ 64 കൊടുക്കുക. 64 IP അഡ്രസ്സ് കൊടുത്തിട്ട് ഓക്കെ. ഈ കേബിളുമായിട്ട് നമ്മുടെ മിക്സർ മാക്കുമായി കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേബിളിലാണ്. ഇനി വൈഫൈ വേണമെങ്കിൽ ഓഫ് ചെയ്യാം. വൈഫൈ ഇവിടെ ഓഫാണ്. മിക്സർ ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കാണ്. ഇപ്പോൾ ഐപാഡൊക്കെ ഉണ്ടെങ്കിൽ ഐപാഡിൽ വൈഫൈ വെച്ച് കണക്ട് ചെയ്യാം. ഐപാഡിൽ ഞാനിവിടെ TP ലിങ്ക് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മിക്സർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. UI മിക്സർ കൊടുക്കാം. വൈഫൈ വഴി ഐപാഡിൽ കണക്റ്റ് ആയിട്ടുണ്ട് മിക്സർ. ഇവിടെ കാണാം 2 വഴിയും കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാ മാക്കിൽ കണക്റ്റാണ്, കേബിൾ വഴി കണക്റ്റാണ്. ഇത് ഐപാഡിൽ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം. ഐപാഡിൽ വൈഫൈ വഴിയും കണക്റ്റാണ്.